ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര. ഗുരുഃ സാക്ഷാൽ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 113 സർഗം. ഭരതൻ്റെ അയോധ്യയിലേക്കുള്ള മടക്കയാത്ര, ഭരതപ്രതിയാനം. രാമനും ഭരതനും തമ്മിൽ പല വാദപ്രതിവാദങ്ങൾ നടത്തിയിട്ടും സത്യധർമ്മജ്ഞനായ പിതാവിൻ്റെ സത്യത്തെ രക്ഷിക്കാനായി ശ്രീരാമൻ പിതാവിൻ്റെ വാക്കിൽ തന്നെ ഉറച്ചു നിന്നു. ഭരതൻ വളരെ വിവശനായി ആ പാദങ്ങളിൽ വീണ് കരഞ്ഞു. ശ്രീരാമൻ ഭരതനെ എഴുന്നേൽപ്പിച്ച് സ്നേഹപൂർവം മടിയിലിരുത്തി സാന്ത്വനിപ്പിച്ചു. ധർമ്മപരന്മാരായ ആ സഹോദരങ്ങളുടെ സംഗമം കണ്ട് അവിടെ വന്നു ചേർന്ന മഹർഷിമാരെല്ലാം ആശ്ചര്യപ്പെട്ടു. മറഞ്ഞു നിന്ന ഋഷിഗണങ്ങളും ദേവന്മാരുമെല്ലാം അവരെ പ്രശംസിച്ചു. രാവണവധം ആഗ്രഹിച്ച അവർ ഭരതനോട് യുക്തിയുക്തമായി ഇങ്ങനെ പറഞ്ഞു: അച്ഛനോട് കടപ്പാടുണ്ടെങ്കിൽ അങ്ങ് രാമൻ പറയുന്നത് കേൾക്കണം. രാമൻ പിതൃകടം തീർത്ത് വാഴണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. കൈകേയിയുടെ കടം വീട്ടിയ ദശരഥ മഹാരാജാവ് സ്വർഗം പൂകി എന്ന് പറഞ്ഞ് ആ ഋഷിമാരും ദേവന്മാരും ഒക്കെ അവിടുന്ന് തിരിച്ചുപോയി. ശുഭദർശനനായ ശ്രീരാമൻ ആ ശുഭവാക്യത്തിൽ മനസ്സ് തെളിഞ്ഞ് ആ മുനിമാരെയെല്ലാം പൂജിച്ചു. അനുകൂലമായി ശ്രീരാമന് ഭാഗം പറഞ്ഞല്ലോ അവര്. അതുകൊണ്ട് ധർമ്മസങ്കടത്തിൽപ്പെട്ടിരിക്കുകയായിരുന്നു ശ്രീരാമൻ. എങ്ങനെ ഭരതനെ പറഞ്ഞ് മനസ്സിലാക്കും? ഇപ്പോൾ ദേവന്മാര് ഋഷിഗണങ്ങൾ തന്നെ ആ ഭരതനെ ബോധം വരുത്തി. വാത്സല്യത്തോടുകൂടി പിന്നെ ഭരതനോട് പറഞ്ഞു: നല്ല ബുദ്ധിയും വിദ്യാഭ്യാസവുമുള്ള നിനക്ക് ഈ ഭൂമിയെ രക്ഷിക്കാനുള്ള ശക്തിയുണ്ട്. സുഹൃത്തുക്കളും ബുദ്ധിമാന്മാരായ മന്ത്രിമാരോടും ആലോചിച്ച് നീ രാജകാര്യങ്ങൾ വേണ്ട പോലെ നടത്തും. എന്തു തന്നെയായാലും ഞാൻ പിതാവിൻ്റെ പ്രതിജ്ഞയെ ലംഘിക്കില്ല. എനിക്ക് പോയേ തീരും. അച്ഛൻ്റെ ആജ്ഞ ലംഘിക്കാൻ എനിക്ക് കഴിയില്ല. നീയും ആ അച്ഛൻ്റെ സത്യപ്രതിജ്ഞയെ മാനിക്കണം. അയോധ്യ രാജ്യം ഭരിച്ച് പ്രജകളെ പരിപാലിക്കണം. ഇതാണ് നിന്റെ ധർമ്മം. പുത്രൻ്റെ ധർമ്മം എന്താണെന്ന് പറഞ്ഞല്ലോ എന്നെല്ലാം ശ്രീരാമൻ ഭരതനോട് ഓർമ്മിപ്പിച്ചു. ഇങ്ങനെ പറയുന്ന ജ്യേഷ്ഠനോട് വീണ്ടും വീണ്ടും അപേക്ഷിച്ചു ഭരതൻ. അദ്ദേഹത്തിന് എന്നെ കൊണ്ട് ഈ രാജ്യം ഭരിക്കാനൊന്നും ആവില്ല. എല്ലാം കഴിവുള്ള അങ്ങയ്ക്കല്ലാതെ ആരാണ് അങ്ങയെ അല്ലാണ്ട് എന്നെ ആരെങ്കിലും അനുസരിക്കൂ? എനിക്ക് ഇവരെല്ലാം സന്തോഷിപ്പിക്കാൻ കഴിയോ ഈ നാട്ടുകാരെ എന്നൊക്കെ ഭരതനൊരു സംശയം. പക്ഷേ എല്ലാത്തിനും നിവൃത്തി കാണിച്ചു ആ ദേവന്മാരുടെ വാക്കുകളും ശ്രീരാമൻ്റെ ഉറച്ച നിലപാടും എല്ലാം കൊണ്ടും ഭരതൻ പോകാൻ തന്നെ തയ്യാറാവുകയാണ്. പിന്നെ ആ പൊന്നണിഞ്ഞ് അലങ്കരിച്ച ആ പാദുകങ്ങൾ കാണിച്ചുകൊണ്ട് ഭരതൻ പറഞ്ഞു: അവിടുത്തെ തൃപ്പാദങ്ങൾ ഈ പാദുകങ്ങളിൽ വെച്ചാലും ഈ പാദുകങ്ങൾ ലോകത്തിന് മുഴുവൻ യോഗക്ഷേമം വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട്
ആദി തേജസ്വിയായ ആ നരശ്രേഷ്ഠൻ ആ പാദുകങ്ങളിൽ കയറി നിന്നിട്ട് ഇറങ്ങി. അതായത് ഭരതൻ്റെ വാക്ക് കേട്ട് തേജസ്വിയായ രാമൻ ആ പാദുകങ്ങളിൽ കയറി നിന്നിട്ട് ഇറങ്ങി അവയെ ഭരതന് കൊടുത്തു. ഭരതൻ ആ പാദുകങ്ങളെ നമസ്കരിച്ച് ശിരസിൽ ധരിച്ചുകൊണ്ട് രാമനോട് പറഞ്ഞു, 14 വത്സരം കഴിഞ്ഞ് പിറ്റേ ദിവസം അങ്ങയെ കണ്ടില്ലെങ്കിൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യും, തീയിൽ ചാടി മരിക്കുമെന്ന് ഭരതൻ പറയാണ്. ഒരു പ്രതിജ്ഞ ചെയ്തു. ശരി, അങ്ങനെ തന്നെ, ഞാൻ അന്ന് തന്നെ വരും. അങ്ങനെ ആവട്ടെ, അതിനൊരു വിരോധമില്ല, ഞാൻ അന്ന് തന്നെ തിരിച്ചെത്തുമെന്ന് ഭരതനോട് പറഞ്ഞു എന്ന് ശ്രീരാമൻ കണ്ണീർ വാർത്തുകൊണ്ട് പറഞ്ഞു. ഭരതനെയും ശത്രുഘ്നെയും ആലിംഗനം ചെയ്ത് രാമൻ പിന്നെ ഭരതനോട് പറഞ്ഞു, അമ്മയെ നല്ലപോലെ നോക്കണം, അമ്മയായ കൈകേയിയോട് നീ കോപിക്കരുത്, അവരെ നീ വേണ്ട പോലെ മാനിക്കണം എന്ന് പറഞ്ഞ് ആ സഹോദരന്മാരെയും ദേശികന്മാരെയും മന്ത്രിമാരെയും ഒക്കെ യഥാർഹം മാനിച്ച് യാത്രയാക്കി. ദുഃഖം കൊണ്ട് തൊണ്ടയിടറി കരയുന്ന അമ്മമാരെ രാമൻ തന്നെ അഭിവാദനം ചെയ്ത് കണ്ണീരൊഴുക്കിക്കൊണ്ട് ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. അവർക്ക് യാത്ര പറയാൻ പോലും കഴിഞ്ഞില്ല. തൊണ്ടയിടറിക്കൊണ്ട് അവർക്കൊന്നും പറയാൻ തന്നെ സാധിച്ചില്ല. പിന്നെ രാമൻ തന്നെ അവരെ വേണ്ട പോലെ അഭിവാദനം ചെയ്ത് അവിടുന്ന് ആശ്രമത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഭരതൻ പിന്നീട് ആ പാദുകങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് ശത്രുഘ്നോടൊത്ത് തേരിൽ കയറി അയോധ്യയിലേക്ക് തിരിച്ചു. തതശിരസി കൃത്വാതു പാദുകേ ഭരതസ്തദാ ആരുരോഹരഥം ഹൃഷ്ട ശത്രുഘ്നേന സമന്വിത. ഭരതൻ പാദുകങ്ങൾ ശിരസിൽ വെച്ചുകൊണ്ട് ശത്രുഘ്നോടൊത്ത് സന്തോഷപൂർവം തേരിൽ കയറി. വസിഷ്ഠോ വാമദേവശ്ച ജാബാലിശ്ച ദൃഢവ്രത അഗ്രതപ്രിയയു സർവേ മന്ത്രിണോ മന്ത്രപൂജിത. വസിഷ്ഠ വാമദേവന്മാരായും അവരെല്ലാം മഹർഷിമാരും ദൃഢവ്രതനായ ജാബാലിയും മന്ത്രപൂജിതന്മാരായ മന്ത്രിമാരും മുന്നിൽ നടന്നു. രമ്യമായ മന്ദാകിനി നദിയും ചിത്രകൂട മഹാഗിരിയും ബലം വെച്ച് അവർ കിഴക്കോട്ട് സഞ്ചരിച്ചു. മന്ദാകിനിം നദിം രമ്യാം പ്രാഗ്മുഖാസ്തേയുയുസ്തദാ പ്രദക്ഷിണം ച കുർവാണശ്ചിത്രകൂടം മഹാഗിരിം. പശ്യൻ ധാതു സഹസ്രാണി രമ്യാണി വിവിധാനി ച പ്രിയയൗ തസ്യ പാർശ്വേന സസൈന്യോ ഭരതസ്തദാ. പലതരത്തിലുള്ള അനേകം രമ്യങ്ങളായ ധാതുക്കൾ കണ്ടുകൊണ്ട് സൈന്യസമേതനായി ഭരതൻ അതിനരികിലൂടെ സഞ്ചരിച്ചു. ചിത്രകൂടത്തിൽ അരികിലായി ഭരദ്വാജ മുനി വാഴുന്ന ആശ്രമം കണ്ടു. സ തമാശ്രമമാഗമ്യ ഭരദ്വാജസ്യ ബുദ്ധിമാൻ അവതീരരഥാൽപാദോ വവന്ദേ ഭരതസ്തദാ. അടുത്ത് തന്നെ ചിത്രകൂടത്തിൻ്റെ പർവ്വതത്തിൻ്റെ അരികിലായി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമം കണ്ടു. ആ ആശ്രമത്തിൽ ചെന്ന് തേരിൽ നിന്നിറങ്ങി ഭരദ്വാജ മഹർഷിയുടെ പാദങ്ങൾ വണങ്ങി. തതോ ഹൃഷ്ടോ ഭരദ്വാജോ ഭരതം വാക്യമബ്രവീൽ അഭികൃത്യം കൃതം താതാ രാമേണ ച സമാഗതം. സന്തുഷ്ടനായ ഭരദ്വാജൻ ഭരതനോട് ചോദിച്ചു, കുഞ്ഞെ, രാമനെ കണ്ടില്ലേ? കാര്യങ്ങളെല്ലാം സാധിച്ചില്ലേ? ശ്രീരാമനെ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ അവിടെ കയറിയതാണ്. ഭരദ്വാജ മഹർഷി കണ്ടിട്ടാണ് പോകുന്നത്. അദ്ദേഹമാണ് ചിത്രകൂടാദ്രിയിലാണ് രാമനൊക്കെ വസിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തതും. എല്ലാം കണ്ടില്ലേ, കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ എന്ന് ഭരതനോട് ചോദിച്ചു. ഏവമുക്ത സദോ തദോ ഭരദ്വാജേന ധീമതാ പ്രത്യുവാച ഭരദ്വാജം ഭരതോ ധർമ്മവത്സല. ഭരദ്വാജ മഹർഷിയുടെ വാക്കുകൾ കേട്ട് അതിന് മറുപടി പറയാണ് ഭരതൻ. ധീമാനായ ഭരദ്വാജൻ ഇപ്രകാരം ചോദിച്ചപ്പോൾ ഭ്രാതൃവത്സരനായ ഭരതൻ അദ്ദേഹത്തോട് പറഞ്ഞു, സയാച്യമാനോ ഗുരുണാമയാജ ദൃഢവിക്രമ. സയാച്യമാനോ ഗുരുണാ മയാജ ദൃഢവിക്രമ രാഘവ പരമപ്രീതോ വസിഷ്ഠം വാക്യമബ്രവീൽ. ദൃഢവിക്രമനായ രാമൻ ഗുരുവും ഞാനും അപേക്ഷിച്ചപ്പോൾ പരമപ്രീതനായി വസിഷ്ഠനോട് പറഞ്ഞു,
ഞങ്ങൾ അപേക്ഷിച്ചതനുസരിച്ച്, ഞാനും ഗുരുവും അപേക്ഷിച്ചതനുസരിച്ച് ശ്രീ രാമൻ പറയാണ് വസിഷ്ഠ മഹർഷിയോട്, പിതുപ്രതിജ്ഞാം താമേവ പാലയിഷ്യാമി തത്വത ചതുർദശ ഹി വർഷാണി യാ പ്രതിജ്ഞാ പിതുർമമ. ഞാൻ പിതാവിൻ്റെ ആ പ്രതിജ്ഞയെ ശരിയായി സംരക്ഷിക്കും. 14 വർഷം എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ കൽപ്പന. ആ 14 വർഷം തീർത്തും ഞാൻ ആ കാട്ടിൽ തന്നെ വസിക്കും. അച്ഛൻ്റെ പ്രതിജ്ഞയെ ഞാൻ ലംഘിക്കില്ല എന്ന് ശ്രീരാമൻ വസിഷ്ഠ മഹർഷിയോട് പറഞ്ഞു. ഏവമുക്തോ മഹാപ്രാജ്ഞോ വസിഷ്ഠ പ്രത്യുവാചഃ വാക്യജ്ഞോ വാക്യകുശലം രാഘവം വചനം മഹൽ. ഇത് കേട്ട് മഹാപ്രാജ്ഞനും വാക്യജ്ഞനുമായ വസിഷ്ഠൻ വാഗ്മിയായ രാമനോട് പറഞ്ഞു, ഏതേ പ്രിയച്ഛ സംഹൃഷ്ട പാതുകേ ഹേമഭൂഷിതേ അയോധ്യായാം മഹാപ്രാജ്ഞ യോഗക്ഷേമകരേതവാ. ശ്രീരാമൻ്റെ ഉറച്ച നിലപാട് കണ്ട് പിന്നെ പറയാണ് വസിഷ്ഠന്മാരുടെ, മഹാപ്രജ്ഞ, അയോധ്യയിൽ യോഗക്ഷേമം വളർത്താനായി നിന്റെ പൊന്നണിഞ്ഞ ഈ പാതുകങ്ങൾ ഭരതന് നൽകുക. ആ പാതുകം വെച്ച് പൂജ ചെയ്തുകൊണ്ട് വേണ്ട പോലെ ഭരതൻ കാര്യങ്ങൾ നിർവഹിക്കും എന്നാണ് വസിഷ്ഠ മഹർഷി രാമനോട് പറയാണ്. ഏവമുക്തോ വസിഷ്ഠേന രാഘവ പ്രാഗ്മുഖസ്ഥിത പാതുകേ അധിരുഹ്യൈതേ മമ രാജായ വൈദദോ. ഇങ്ങനെയുള്ള വസിഷ്ഠവാക്യം കേട്ട് ശ്രീരാഘവൻ പൂർവമുഖമായി നിന്ന്, അതായത് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന്, ഈ പാതുകങ്ങളിൽ കയറി എൻ്റെ രാജ്യത്തിനായി ദാനം ചെയ്തു. ആ പാതുകങ്ങളിൽ കയറി എൻ്റെ രാജ്യത്തിനായി ദാനം ചെയ്തു എന്നൊക്കെ ഭരദ്വാജ മഹർഷിയോട് പറയുകയാണേ. അതാണ് ഉണ്ടായ കാര്യങ്ങൾ വീണ്ടും പറയുന്നത്. ഭരദ്വാജ മഹർഷിയോട് പറയുന്നതാണ്, ഈ പാതുകങ്ങളിൽ കയറി ആ പാതുകങ്ങൾ എനിക്ക് നൽകി ജ്യേഷ്ഠൻ എന്ന് ഭരതൻ അറിയിച്ചു. നിവൃത്തോഹമനുജ്ഞാതോ രാമേണ സുമഹാത്മനാ അയോധ്യാമേവ ഗച്ഛാമി ഗൃഹീത്വാ പാതുകേ ശുഭേ. സുമഹാത്മാവായ രാമൻ്റെ അനുവാദം വാങ്ങി മടങ്ങിയ ഞാൻ ഈ തൃപ്പാതുകങ്ങളും കൊണ്ട് അയോധ്യയിലേക്ക് പോകുന്നു. ഏതശ്രുത്വം ശുഭം വാക്യം ഭരതസ്യ മഹാത്മന ഭരദ്വാജ ശുഭതരം മുനിർവാക്യമുവാചതം. മഹാത്മാവായ ഭരതൻ്റെ ഈ നല്ല വാക്കുകൾ കേൾക്കയാൽ ഭരദ്വാജ മഹർഷി ശുഭതരമായി പറഞ്ഞു, നരവ്യാഘ്ര ശീലഗുണസമ്പന്ന, താണനിലത്തിൽ വീണ വെള്ളമെന്ന പോലെ ശ്രേയസ് നിന്നിൽ നിലനിൽക്കുന്നതിൽ അത്ഭുതമില്ല. താണനിലത്ത് വെള്ളം കെട്ടി നിൽക്കും, പറ്റിപ്പോവില്ലല്ലോ പെട്ടെന്ന്. അതുപോലെ നിന്റെ ശ്രേയസ് ഒരിക്കലും വറ്റില്ല, ഈ ലോകത്തിൽ എന്നും നിലനിൽക്കും. നീ അത്ര ശീലഗുണസമ്പന്നനാണ് എന്ന് ഭരതനെ ആശീർവദിച്ചു. അമൃതസമഹാബാഹു പിതാ ദശരഥസ്തവ യസ്യ തം ത്വമീദൃശപുത്രോ ധർമ്മജ്ഞോ ധർമ്മവത്സല. ഈ വിധമുള്ള ധർമ്മജ്ഞനും ധർമ്മനിരതനുമായ പുത്രനെ നേടിയതിനാൽ മഹാബാഹുവായ നിന്റെ അച്ഛൻ ദശരഥൻ അമരനാണ് എന്ന് ആ ഭരദ്വാജ മഹർഷി ഭരതനോട് പറയാണ്. നിങ്ങളെപ്പോലുള്ള പുത്രന്മാരെ നേടിയ ആ ദശരഥ മഹാരാജാവ് ധന്യനാണ്, അമരനാണ്. തം ഋഷിം തു മഹാത്മാനമുക്തവാക്യം കൃതാഞ്ജലി ആമന്ത്രയിതോ മാരേഭേ ചരണാവുപഗൃഹ്യ ച. ഇങ്ങനെ പറഞ്ഞ മഹാത്മാവായ ഋഷിയെ തൊഴുത് പാദങ്ങളിൽ നമസ്കരിച്ച് ഭരതൻ വിട ചോദിക്കാൻ ഒരുങ്ങി. തദപ്രദക്ഷിണം കൃത്വാ ഭരദ്വാജം പുനഃ പുനഃ ഭരതസ്തൂയയോ ശ്രീമാനയോധ്യാം സഹമന്ത്രിഭേ. ഭരദ്വാജനെ വീണ്ടും വീണ്ടും വലം വെച്ച് വന്ദിച്ച് മന്ത്രിമാരോടുകൂടി ശ്രീസമന്വിതനായ ഭരതൻ അയോധ്യയിലേക്ക് പുറപ്പെട്ടു. യാനൈശ്ച ശകടൈശ്ചൈവ ഹയൈനാഗൈശ്ച സാചമോ പുനർനിവൃത്ത വിസ്തീർണ ഭരതസ്യാനുയായിനി. വണ്ടി, തേര്, കുതിര, ആന എന്നിവ ചേർന്ന വിപുലമായ സേനയും ഭരതന്റെ പിന്നാലെ മടങ്ങിപ്പോന്നു, അയോധ്യയിലേക്ക് തിരിച്ചു. തതസ്തേ യമുനാം ദിവ്യാം നദിം തീർത്ഥോർദ്ധമ തേ
തതസ്തേ യമുനാം ദിവ്യാം നദീം തീർത്തോർമ്മിമാലിനീം ദദൃശുസ്താം പുനഃ സർവേ ഗംഗാം ശുഭജലാം നദീം. പിന്നീട് അലതല്ലുന്ന ദിവ്യമായ യമുനാ നദി കടന്ന് കുറച്ചു പോയപ്പോൾ അവർ പരിശുദ്ധ ജലമേറിയ ഗംഗാനദിയും മുന്നിൽ കണ്ടു. താം രമ്യജലസമ്പൂർണാം സന്ദീര്യ സഹ ബാന്ധവ ശൃംഗിബേരപുരം രമ്യം പ്രവിവേശ സൈനിക. ആ ഗംഗാനദിയുടെ അടുത്താണല്ലോ, അക്കരെയാണ് ഗുഹൻ താമസിക്കുന്ന ശൃംഗിബേരപുരം. നിർമ്മല ജലം നിറഞ്ഞ ഗംഗാനദി കടന്ന് ബന്ധുസമേതനായ ഭരതൻ സൈന്യങ്ങളോടുകൂടി രമ്യമായ ശൃംഗിബേരപുരത്തിൽ പ്രവേശിച്ചു. ശൃംഗിബേരപുരാൽ ഭൂയസ്വയോധ്യാം സന്ദദർശഃ അയോധ്യാം ച തതോ ദൃഷ്ട്വാ പിത്രാ ഭ്രാതാ വിവർജിതാം. ജ്യേഷ്ഠനും അച്ഛനുമില്ലാത്ത ആ അയോധ്യയെ കാണാണ് ഭരതൻ അവിടെ നിന്നുകൊണ്ട്. ശൃംഗിബേരപുരത്തിൽ നിന്ന് അയോധ്യയുടെ അവസ്ഥ എന്താണെന്ന് കാണാണ്. ശൃംഗിബേരപുരാൽ ഭൂയസ്തയോധ്യാം സന്ദദർശഃ അയോധ്യാം ച തതോ ദൃഷ്ട്വാ പിത്രാ ഭ്രാതാ വിവർജിതാം. ഭരതോ ദുഃഖസന്തപ്ത സാരഥിം ചേതമബ്രവീൽ സാരഥേ പശ്യ വിധ്വസ്ത സായോധ്യാന പ്രകാശതേ. സാരഥിയായ സുമന്ത്രനോട് ഭരതൻ പറയാണ്, കണ്ടില്ലേ അയോധ്യയുടെ അവസ്ഥ, വളരെ പരിതാപകരമായ അവസ്ഥയാണ്. നിരാകാര നിരാനന്ദാദീനാ പ്രതിഹതസ്വരാം. ശൃംഗിബേർ, അതായത് അവിടെ ഒച്ചവും ബഹളമൊന്നുമില്ല, ഒരു ആഘോഷങ്ങളും സന്തോഷങ്ങളൊന്നുമില്ല, ആരുമില്ല എന്ന് പറയാം. അവിടെ ആനകളോ കുതിരകളോ മറ്റേ മൃഗങ്ങളോ മനുഷ്യർക്കോ ഒന്നുമില്ലാത്ത അയോധ്യ. അവിടെ ഒരു വെളിച്ചവുമില്ല, ഒളിമങ്ങി പ്രാകൃതമായ ദുഃഖസന്തപ്തയായ ആ അയോധ്യയെ കാണുകയാണ്. ശ്രീരാമൻ വേർപെട്ട അയോധ്യ വളരെ ദുഃഖിച്ചു കഴിയുന്നു എന്ന് പറയാണ്. ഇനി ശ്രീരാമൻ്റെ തിരിച്ചു വരവ് വരെ ഇങ്ങനെ ആയിരിക്കുമോ ദുഃഖം അനുഭവിച്ച് കഴിയേണ്ടി വരും അയോധ്യവാസികളെല്ലാം എന്ന് തോന്നും. പക്ഷേ ഭരതൻ അവിടെ എത്തിച്ചേർന്ന് വേണ്ട വിധത്തിൽ ആ ശ്രീരാമൻ്റെ വരവും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദിഗ്രാമത്തിൽ പർണശാല കെട്ടി താമസമാക്കുന്നു, ഭംഗിയായി രാജ്യം ഭരിക്കുന്നു. അതിനുശേഷം ശ്രീരാമൻ്റെ പാദങ്ങൾ സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ടാണ് ഭരതൻ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. എല്ലാം ആ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഭരതൻ ഭംഗിയായി രാജ്യം ഭരിച്ചു. കാണാം അവസാനം അയോധ്യയിലേക്ക് ശ്രീരാമൻ തിരിച്ചു വരുമ്പോൾ എല്ലാം ഭംഗിയായിട്ടുണ്ട്. ഇരട്ടികളാണ്, ഭണ്ഡാരമൊക്കെ ഇരട്ടി 10 ഇരട്ടിയൊക്കെ ആയിട്ടുണ്ട്. അത്രയ്ക്കും ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചു ഭരതൻ. ശത്രുഘ്നനുണ്ട് സഹായത്തിന്. അങ്ങനെയുള്ള അയോധ്യയുടെ അവസ്ഥയും ഇപ്പോഴത്തെ ദുഃഖകരമായ അവസ്ഥയും പിന്നീട് അയോധ്യയിൽ ഉണ്ടാകാൻ പോകുന്ന ആ മംഗളകർമ്മങ്ങളുമൊക്കെ നമുക്ക് മനസ്സിൽ കണ്ടുകൊണ്ട് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ധർമ്മേണ മാർഗേണ മഹിം മഹീഷ, ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു, ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിസ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.